ഹലോ, എല്ലാവർക്കും ആദീസ് ഗാർഡനിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വീട്ടിലെ ചെടികൾക്ക് നിങ്ങൾ വെള്ളവും വളവും എല്ലാം കൃത്യമായി നൽകിയിട്ടും അതിൽ പൂക്കാതെയോ കായ്ക്കാതെയോ എന്തിന് ഒരു ഇല പോലും വരാതെയാണോ നിൽക്കുന്നത്? അതോ വരുന്ന ഇലകളിൽ മഞ്ഞ കളറായിട്ട് മാറി കൊഴിഞ്ഞു വീഴുകയാണോ ചെയ്യുന്നത്? എങ്കിൽ നിങ്ങൾ അറിയാത്ത അല്ലെങ്കിൽ നമ്മൾ നിസ്സാരമായി കാണുന്ന ചില 7 കാര്യങ്ങളാണ് ഉള്ളത്. അത് നമുക്ക് പൂർണ്ണമായി മാറ്റിയാൽ നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ പച്ചക്കറികളും അതല്ല നമ്മുടെ പൂച്ചെടികളും നന്നായിട്ട് തന്നെ നമുക്ക് വിളവ് കിട്ടും. ഈ ജൂൺ ജൂലൈ മാസമാണ് നമുക്ക് ഏത് തരത്തിലുള്ള പച്ചക്കറിയും നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന സമയമെന്ന് പറയുന്നത്. അപ്പോൾ ഇനി അധികം വൈകിപ്പിക്കുന്നില്ല, വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കൂ. നിങ്ങൾക്ക് ഓരോ സെക്കൻഡിലും നിങ്ങൾക്ക് വിലപ്പെട്ട എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് കിട്ടാതിരിക്കത്തില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെളിച്ചമാണ് കേട്ടോ. അപ്പോൾ വെളിച്ചമാണ് നമ്മുടെ ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും രാവിലത്തെ വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് നമുക്ക് പച്ചക്കറികൾ നടേണ്ടത്. കാരണം രാവിലത്തെ പച്ചക്കറികൾക്ക് കിട്ടുന്ന വെയിലാണ് ഒരു 60% ഇൻറ്റൻസ് കുറവായിട്ടുള്ള വെയിലാണ്. ആ സമയത്ത് ഇവർക്ക് ഈ പച്ചക്കറികളിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടില്ലേ, ഫോട്ടോസിന്തസിസിലാണ് നമ്മുടെ ചെടികൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർ വളരുന്നതും അവർ നന്നായിട്ട് മുട്ടിടുകയും കായ്ച്ചും നിൽക്കുകയും നമുക്ക് സഹായിക്കുന്നത്. ഇതുപോലെ തന്നെ പൂക്കുകയും അതുപോലെ തന്നെ നന്നായിട്ട് കായ്കൾ കായ്ച്ചു നിൽക്കുകയും ചെയ്യത്തുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ തക്കാളി, പച്ചമുളക് എന്നിവയ്ക്ക്. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വെള്ളമാണ് കേട്ടോ. വെള്ളം അമിതമായിട്ട് ഒരു ചെടിക്കും കിട്ടരുത്. നമ്മൾ എന്ത് വെള്ളം ഒഴിച്ചാലും, ഇപ്പം നമ്മൾ എക്സാമ്പിളിന് ഞാൻ ഈ ഗ്രോ ബാഗിൽ ഒഴിക്കുന്ന വെള്ളം എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ വീഴ്ത്തുകയാണെങ്കിൽ അത് ഇവിടം വരെ എത്തി നിർത്തുന്ന രീതിക്കായിരിക്കണം നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത്. കാരണം നമ്മൾ അമിതമായിട്ട് വെള്ളം ഒഴിച്ചാൽ നമ്മുടെ മണ്ണും അതുപോലെ തന്നെ നമ്മൾ അടിയിലിട്ടേക്കുന്ന വളങ്ങളെല്ലാം ഒലിച്ചു പോവുകയും ചെയ്യും. പ്രത്യേകിച്ച് മഴക്കാലത്ത് നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ നമ്മൾ ആ വെള്ളം എത്രയും പെട്ടെന്ന് തന്നെ മാറ്റണം. നമ്മൾ എത്രയൊക്കെ നോക്കിയാലും ചില സമയം ഭയങ്കര മഴ പെയ്താൽ ഇതുപോലെ വെള്ളം ചുറ്റിനും കെട്ടി നിൽക്കും. ഒരു പരിധി കൂടുതൽ മണ്ണിൽ നിന്ന് ഡ്രെയിൻ ചെയ്ത് ഈ വെള്ളം പോകത്തില്ല. ആ സമയത്ത് നമ്മൾ ഇതുപോലെയുള്ള ഗ്രോ ബാഗുകളാണെങ്കിൽ ഹോളുകൾ ഇട്ട് കൊടുക്കുകയും, അതല്ല ഇതുപോലത്തെ ബക്കറ്റാണെങ്കിൽ നമ്മൾ ചരിച്ച് വെള്ളം കളയുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ മഴ കാരണം മടി പിടിച്ച് വീട്ടിലിരിക്കരുത്. അങ്ങനെ നമ്മൾ ഒരു അശ്രദ്ധ നമ്മൾ ചെയ്താൽ നമ്മുടെ ചെടികളെല്ലാം നശിച്ചു പോകും. അത് ഒരു മെയിൻ കാരണമാണ് ഈ മഴക്കാലത്ത് ചെടികൾ നശിച്ചു പോവാൻ. അതുപോലെ തന്നെ ചില പച്ചക്കറികൾക്കൊന്നും അമിതമായിട്ട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അതിലൊന്നാണ് നമ്മുടെ ക്യാപ്സിക്കം, പച്ചമുളക് എന്നിവയെല്ലാം. അമിതമായിട്ടുള്ള വെള്ളം കിട്ടിയാൽ അവരുടെ പൂക്കൾ കൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് തക്കാളിക്കും അമിതമായിട്ടുള്ള വെള്ളം കിട്ടിയാൽ പൂക്കൾ കൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. മഴക്കാലത്ത് നമുക്ക് നന്നായിട്ട് വിളവ് കിട്ടാനും ഈ 2 തൈകളും നല്ല നോക്കിക്കേ, നന്നായിട്ട് തന്നെ ഇവിടെ കായ്കൾ പിടിച്ച് നിൽപ്പുണ്ട്. ഇത്രയും നന്നായിട്ട് തന്നെ കായ്കളും പൂക്കളും വരാൻ വേണ്ടി വേറൊരു കാര്യം കൂടെ തക്കാളിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളിയുടെ റൂട്ട് അടിയിലാണ് കേട്ടോ, അടിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും പൊക്കം വന്നപ്പോഴത്തേക്കും ഞാൻ ഇതുപോലെ കുറച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിച്ചാൽ കാണാം, വേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഓക്സിജൻ കിട്ടും. അതുപോലെ തന്നെ വെള്ളം കിട്ടുന്നതിൻ്റെ അളവും നമുക്ക് ഒരു പരിധി വരെ ഇങ്ങനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ തക്കാളിക്ക് മാത്രമാണ് ഈ ഒരു മെത്തേഡ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ വെള്ളവും ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അപ്പോൾ വെള്ളം കൂടുതലായാലും നമ്മുടെ കത്തിരിക്കയിലും വഴുതലങ്ങ ആയാലും കൊഴിഞ്ഞു വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യം വരത്തില്ല. അതുകൊണ്ട് കാരണം നമ്മൾ ഓസൊക്കെ വെച്ചാണ് അടിക്കുന്നതെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത അളവിനുള്ള വെള്ളം അവർക്ക് കിട്ടുകയും, അനാവശ്യമായിട്ട് വെള്ളം കിട്ടിയാൽ നമ്മുടെ ചെടികൾ ചീഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. വേനൽക്കാലത്ത് നമുക്ക് നന്നായിട്ട് തന്നെ വെള്ളങ്ങൾ ഒഴിച്ചു കൊടുക്കാം, അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ഈ മഴക്കാലത്ത് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കരുത്. ചില ആൾക്കാർ മഴയാണെങ്കിലും വെള്ളം ഒഴിക്കുന്ന പ്രവണതയുണ്ട്. അതെനിക്ക് കമൻസിലൂടെ മനസ്സിലായതാണ്. അതുകൊണ്ട് ആ ഒരു തെറ്റ് നിങ്ങൾ ചെയ്യരുത്. മൂന്നാമതായും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുമുള്ള ഒരു ഘടകമാണ് മണ്ണ്. മണ്ണിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കുന്നത് pH ലെവൽ വെച്ചിട്ടാണ്. ഞാനിവിടെ ഈ സൈഡിൽ കൊടുത്തേക്കുന്നതാണ് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന പച്ചക്കറികളുടെ pHൻ്റെ ലെവൽ എന്ന് പറയുന്നത്. നമുക്ക് നോർമലായിട്ട് എല്ലാ തരത്തിലുള്ള പച്ചക്കറിക്കും ഉപയോഗിക്കാൻ പറ്റുന്നത് 6 മുതൽ 7 വരെയുള്ള pH ലെവലാണ്.
പി എച്ച് ലെവൽ കറക്റ്റാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുമ്മായം ഇട്ട് മണ്ണ് കൂട്ടി വെച്ച് 15 ദിവസത്തിന് ശേഷം നമ്മൾ അതെടുത്ത് ചെടികൾ നടാൻ ഉപയോഗിക്കുന്നത്. ഈ ഒരു രീതിക്ക് നമുക്ക് നന്നായിട്ട് തന്നെ പി എച്ച് ലെവൽ ബാലൻസ് ചെയ്ത് കിട്ടും. അപ്പോൾ ഇതുവരെയും ഇതുപോലെ കുമ്മായം ഇട്ട് പി എച്ച് ലെവലൊന്നും കറക്റ്റാക്കാതെയാണ് നിങ്ങൾ ചെടി നടുന്നതെങ്കിൽ ഇനി തൊട്ട് നടുമ്പോൾ ഇതുപോലെ പി എച്ച് ലെവൽ നോക്കി മണ്ണ് ഒരുക്കിയതിന് ശേഷം നിങ്ങൾ നട്ടു നോക്കൂ, നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. 4ാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് വളപ്രയോഗത്തിലുള്ള തെറ്റുകളാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, എല്ലാ ചെടികൾക്കും ഒരേ വളമല്ല കൊടുക്കേണ്ടത്. എക്സാമ്പിളിനാണ് ഞാൻ ഈ ക്ലിപ്പ് ഇവിടെ ആഡ് ചെയ്തത്. അപ്പോൾ ഇവിടെ നിൽക്കുന്നതെന്ന് പറയുന്നത് ക്യാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി എന്നിവ ചെടികളാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവർക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ യൂറിയയിൽ നിന്ന് കിട്ടുന്ന നൈട്രജൻ പോലുള്ള വളങ്ങളാണ് ഇലച്ചെടികൾക്ക് ആവശ്യമായിട്ടുള്ളത്. എന്നാൽ ഈ നൈട്രജൻ്റെ ആവശ്യം തക്കാളിക്കോ പച്ചമുളകിനോ വഴുതലങ്ങയ്ക്കോ ഇല്ല. അവർക്ക് ഈ യൂറിയ അല്ലെങ്കിൽ നൈട്രജൻ പോലുള്ള വളങ്ങൾ കൊടുത്താൽ അവിടെ വളരുന്നത് അവരുടെ ഇലകളാണ്. നമുക്കതിൽ നിന്ന് വേണ്ടത് കായ്കളാണ് അല്ലേ. തക്കാളിയും പച്ചമുളകും പോലുള്ള വെജിറ്റബിൾസാണ് വേണ്ടത്. അപ്പോൾ അവിടെ ഈ നൈട്രജൻ എന്ന് പറയുന്ന വളം കൊടുത്തിട്ട് കാര്യമില്ല. പക്ഷെ അവർക്ക് വേണ്ടത് എന്താണ്? കാൽസ്യവും പൊട്ടാസ്യവും പോലുള്ള വളങ്ങളാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ ഇനി മുതൽ വളങ്ങൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് ഏതൊക്കെ ചെടികൾക്കാണ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം കൊടുക്കാൻ. അതുപോലെ വളങ്ങളുടെ അളവും വളരെ കുറവ് മാത്രമേ ഏതൊരു ചെടിക്കായാലും കൊടുക്കാൻ പാടുള്ളൂ. 5ാമതായിട്ടുള്ളത് കീടങ്ങൾ അല്ലെങ്കിൽ പെസ്റ്റിൻ്റെ പ്രോബ്ലംസ് ആണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇതിനെ ക്യൂർ ചെയ്താലേ നമ്മുടെ ചെടികൾ നന്നായിട്ട് വളർത്താൻ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് പയർ ചെടി പോലുള്ള ചെടികളിൽ 2 ഇല വന്നാൽ ഉടനെ തന്നെ വരുന്നതാണ് ഇതുപോലുള്ള കായ് ഈച്ചയുടെ ശല്യവും അതുപോലെ തന്നെ മുഞ്ഞയുടെ ശല്യമൊക്കെ. അപ്പോൾ നമുക്ക് എല്ലാ തരം ചെടികൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വളമാണ് ഈ നീം ഓയിലിൻ്റെത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാൻ ഒന്നും കൂടെ ബ്രീഫായിട്ട് പറയാം. നമ്മുടെ വേപ്പെണ്ണയും അതുപോലെ തന്നെ സോപ്പ് പൊടി കലക്കിയ വെള്ളവും കൂടെ ചേർത്ത് ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാനിത് നന്നായിട്ട് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു 3-4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്താൽ നമ്മുടെ ചെടികളിലുള്ള എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ഒരുവിധം ഈ ഒരു മിശ്രിതം നമുക്ക് നല്ല രീതിക്ക് തന്നെ ഹെൽപ്ഫുള്ളാണ്. നമുക്കിത് പലതരത്തിലുള്ള മുഞ്ഞ പോലെയുള്ള അല്ലെങ്കിൽ കായ് ഈച്ചേരി അല്ലെങ്കിൽ ഇതുപോലെ കറുത്ത കൂട്ടങ്ങളുടെ ശല്യമൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ ഒഴിവാക്കി കിട്ടും. നമുക്ക് ആഴ്ചയിലൊരു 2 ദിവസമെങ്കിലും ഇതിങ്ങനെ അടിച്ചു കൊടുക്കാം. ഇത് സ്പ്രേ ചെയ്യാറുള്ളൂ. ഇതിൻ്റെ മൂട്ടിൽ വീഴരുത്, ചെടി പട്ടുപോകും. അതുകൊണ്ട് അത് ശ്രദ്ധയോടെയാണ് ചെയ്യേണ്ടത്. നമുക്കിങ്ങനെ ചെയ്താൽ നമുക്ക് ഈ കീടശല്യങ്ങൾ ഒഴിവാക്കിയെടുക്കാം. 6ാമത്തത് ചട്ടിയുടെ വലിപ്പമാണ് കേട്ടോ. ഇപ്പം നോക്കി, ഈ മുളകിൻ്റെ വലിപ്പം കണ്ടാൽ നമ്മൾ വിചാരിക്കും നല്ല വലിയ വേരൊക്കെ ഉള്ള ചെടിയാണ്. അല്ല, നമ്മുടെ ഈ ഒരു മുളക് പച്ചമുളക് തന്നെ, പക്ഷെ പച്ചമുളകിൻ്റെ വേറൊരു ടൈപ്പാണ്. ഞാൻ നട്ടേക്കുന്നത് ഇതുപോലൊരു ചെടിച്ചട്ടിയിലാണ് നട്ടേക്കുന്നത്. കാരണം നമുക്ക് ആവശ്യമില്ലാത്ത വലിപ്പം നമുക്ക് കൊടുക്കണ്ട. കാരണം അത് അത്രയും നമ്മൾ മണ്ണും അതുപോലെ തന്നെ പലതരത്തിലുള്ള കാര്യങ്ങളിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ പോട്ടും നിറയ്ക്കുന്നത്. ഈ മുളകിൻ്റെ വലിപ്പം നോക്കിക്കേ, നന്നായിട്ട് തന്നെ വളർന്നിപ്പുണ്ട്. ഇത് 1 അല്ല 2 അല്ല 3 അല്ല 5-6 ഉണ്ടായിരുന്നു. ഞാൻ നന്നായിട്ട് തന്നെ വിളവെടുത്തതാണ് കേട്ടോ. അപ്പോൾ നോക്കി, ചെടിച്ചട്ടിയുടെ വലിപ്പം കണ്ടോ. ഇതൊരു സാധാ ഒരു ചെറിയ ചെടിച്ചട്ടിയാണ്, പക്ഷേ അത്യാവശ്യം സൈസും ഉണ്ട് കേട്ടോ. 3 കിലോയുടെ ഗ്രോ ബാഗിലാണ് നട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാമോ എന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നും അറിയത്തില്ല. എങ്കിൽ ഇനി തൊട്ട് ശ്രദ്ധിച്ചു നോക്കൂ. നമുക്ക് ഗ്രോ ബാഗുകൾ കിലോ കണക്കിനാണ് കിട്ടുന്നത്, അതായത് എത്ര കപ്പാസിറ്റി ഉൾക്കൊള്ളുമെന്ന്. അപ്പം ഞാൻ ഇവിടെ കൂടുതലുള്ളത് 3 കിലോയുടെയും 5 കിലോയുടെയും ഗ്രോ ബാഗുകളാണ് ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് കൂടുതലും പച്ചമുളക്, കാന്താരിയൊക്കെ ഞാൻ നട്ടേക്കുന്നത് ഇതുപോലുള്ള 3 കിലോ ഗ്രോ ബാഗിലാണ് നട്ടേക്കുന്നത്. പക്ഷേ ഇതൊന്നും പോരാത്ത ഒരു മുളകിൻ്റെ ഐറ്റമാണ് നമ്മുടെ സാമ്പാർ മുളക്. സാമ്പാർ മുളക് നന്നായിട്ട് തന്നെ ഉണ്ടായി നിൽപ്പുണ്ട്. അതുപോലെ തന്നെ സാമ്പാർ മുളകിന് ഞാൻ 5 കിലോയുടെ ഗ്രോ ബാഗാണ് നട്ടേക്കുന്നത്. കാരണം അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെ വേരുകൾ സാമ്പാർ മുളകിന് പോകും. അങ്ങനെയുള്ള ആ ചെടിയെ ഞാൻ ഇതുപോലൊരു 3 കിലോയിൽ നട്ടിരുന്നെങ്കിലോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ചെടിച്ചട്ടിയിൽ നട്ടിരുന്നെങ്കിലോ ഈ ചെടിക്ക് അധികം ആയുസ് കിട്ടത്തില്ല. അടുത്തത് വേറൊരു വെറൈറ്റി മുളകാണ്. അത് ഞാൻ നേരത്തെ കാണിച്ച ചട്ടിയും ചെറുതാണ് കേട്ടോ. അത് ഒറ്റ കൊമ്പായിട്ട് പോകുന്നതാണ്. അത്യാവശ്യം നന്നായിട്ട് തന്നെ മുളകുകൾ ഉണ്ടായി നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് പലതരത്തിലുള്ള ചെടികൾക്ക് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് പച്ചമുളക് ഞാൻ എക്സാമ്പിൾ ഇട്ട് കാണിച്ചെന്നേ ഉള്ളൂ. ഇവിടെ പലതരത്തിലുള്ള പച്ചക്കറികളുണ്ട് ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. അതിലൊന്നാമത്തെ തക്കാളിയാണ് കേട്ടോ. അപ്പോൾ തക്കാളിക്ക് ഞാൻ 5 കിലോയുടെ ഗ്രോ ബാഗാണ് കൊടുത്തേക്കുന്നത്.
അതുപോലെ തന്നെ വേറൊരു തക്കാളിക്ക് ഞാൻ ഇവിടെ 3 കിലോയുടെ ഗ്രോ ബാഗ് കൊടുത്തിട്ടുണ്ട്. അവിടെ കാരണം 2 എണ്ണമാണ് ഞാൻ നട്ടേക്കുന്നത്, 2 തൈ നട്ടേക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ കത്തിരിക്ക, അതുപോലെ വഴുതലങ്ങ, ഇതും നമുക്ക് 5 കിലോയും 3 കിലോയും ഉപയോഗിക്കാവുന്നതാണ്. അത് നമുക്ക് അവരുടെ വളർച്ച നോക്കിയിട്ട് വേണം നമ്മൾ ഡിസൈഡ് ചെയ്യാനുള്ളത്. ഇവിടെ തന്നെ ഞാൻ കത്തിരിക്കയും വഴുതലങ്ങയൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പലതും പല സൈസിലുള്ള ഗ്രോ ബാഗിലാണ് നട്ടേക്കുന്നത്. കാരണം അവരുടെ വളർച്ച കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും എത്ര കിലോയുടെ ഗ്രോ ബാഗ് വേണം നമ്മൾ ഉപയോഗിക്കാനെന്ന്. നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത ഈ 6 പോയിന്റുകളും നമ്മൾ ഈ ഒരു 7ാമത്തെ കാര്യം ചെയ്യാത്തത് കൊണ്ട് മാത്രം വരുന്ന കാര്യങ്ങളാണ്. അതായത് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കായിക, അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ്റെനൻസ്, അതിന് വേണ്ടത് എന്താണെന്ന് അറിഞ്ഞ് നമ്മൾ ചെയ്യാതിരിക്കുന്നതാണ് ഈ ഒരു 7ാമത്തെ കാര്യം എന്ന് പറയുന്നത്. അത് ഇപ്പോൾ ഒരു വള്ളി വരുന്ന ചെടിയാണെങ്കിൽ നമ്മൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ അത് മണ്ണിലോട്ട് വീഴും, അല്ലെങ്കിൽ അടുത്തുള്ള ചെടിയെ നശിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് കയറും. അതുപോലെ തന്നെയാണ് നന്നായിട്ട് വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ചെടികളാണെങ്കിൽ അതിനെ വെട്ടി പ്രൂൺ ചെയ്ത് ഒതുക്കി നിർത്തുക. അതുപോലെ തന്നെ ചില ചെടികൾക്ക് മഴക്കാലത്ത് വെള്ളം വീണ് മേളത്തെ വേര് തെളിഞ്ഞു വരും. അപ്പം അങ്ങനെയുള്ളതിനൊക്കെ മണ്ണിട്ട് അതിനെ റെഡിയാക്കി എടുക്കുക. അപ്പം അതിന് നമ്മൾ കൊടുക്കുന്ന പരിചരണമാണ്, ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഉടമസ്ഥൻ്റെ പരിചരണമാണ് ഏറ്റവും നല്ല വളമെന്ന്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ സമയമാണ് നമ്മൾ ഇവർക്ക് വേണ്ടി കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മളൊരു തൈ കൊണ്ട് നട്ടിട്ട് പിറ്റേന്ന് തൊട്ട് അത് കാച്ചില്ല, അത് പൂട്ടില്ല, അത് വളർന്നില്ലെന്ന് പറഞ്ഞ് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ നല്ല എഫേർട്ട് ഇട്ട് നോക്കിയാലേ അവർ അതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് തരത്തുള്ളൂ. ഇപ്പം മഴക്കാലമാണ്, ഇപ്പം കൃത്യമായിട്ട് ചെയ്യേണ്ട നല്ലൊരു പ്രൂണിങ് ആണ് ചെയ്ത് കൊടുക്കാനുള്ളത്. നമ്മുടെ പൂച്ചെടികൾക്കും ഇലച്ചെടികൾക്കൊക്കെ നല്ല പ്രൂണിങ് കിട്ടിയാൽ ഇവരിപ്പോൾ നന്നായിട്ട് വളരുന്ന സമയമാണ്. അപ്പോൾ പ്രൂണിങ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് 7 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ചെടികൾ അടിപൊളിയായിട്ട് നമുക്ക് വളർത്താം. പച്ചക്കറികളാണ് നിങ്ങൾക്ക് ഈ പ്രോബ്ലം ഉള്ളതെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ ഇതിനെ പരിഹരിച്ചാൽ നിങ്ങൾക്ക് ഓണക്കാലത്ത് നിങ്ങൾക്ക് സദ്യ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള പച്ചക്കറികൾ നിങ്ങൾക്ക് തന്നെ കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക. അപ്പോൾ ഇതുപോലുള്ള കൃഷി സംബന്ധമായിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ആദീസ് ഗാർഡൻ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്, കമൻറ്റും ചെയ്യുക.